ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ സേമിയ പായസം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ RKG നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ സേമിയ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 8 പേർക്ക് ഒരു പാക്കറ്റ് സേമിയ എന്നുള്ള അളവിലാണ് ഇടുന്നത്. അതിനുശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് ഏകദേശം ഒരു ഗോൾഡിഷ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മളുടെ പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 പാക്കറ്റ് പാലാണ്. നിങ്ങൾ എത്ര അളവിലാണ് പാൽ ഒഴിക്കുന്നുണ്ടെങ്കിൽ ആ പാൽ മൊത്തം ഒഴിക്കുക. ഇപ്പോൾ നല്ല കുറുകി കിട്ടണമെന്നുണ്ടെങ്കിൽ പാൽ മാത്രം ഒഴിച്ചുണ്ടാക്കാവുന്നതാണ്. അല്ല ഇത്തിരിയും കൂടി ലൂസായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം കൂടി ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, കാരണം നമ്മൾ സേമിയയും പാലും കൂടി ഒന്ന് ഇതാക്കാൻ വേണ്ടി. അതിനുശേഷം ഞാനിവിടെ ഒഴിക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ ഒരു ബോട്ടിൽ മിൽക്ക് മെയ്ഡ് ഫുള്ളായിട്ട് നമ്മളിവിടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നല്ല രീതിയിൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ നല്ല രീതിയിൽ മിക്സും കൂടി ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം പിന്നെയും നമ്മൾ കുറച്ച് നേരം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഷുഗർ നോക്കുക. അപ്പോൾ ഷുഗർ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടുക. അപ്പോൾ നമ്മൾ ഇത്തിരിയും കൂടി ഒരു സ്പൂൺ നമ്മൾ ഇട്ടിട്ടുണ്ട് ഷുഗർ. അതിനുശേഷം ഞാൻ കുറച്ചും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം ഏലക്കയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്കിടാം. അതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ അനിയത്തി വന്നിട്ട് ഇത്തിരി മിൽക്ക് മെയ്ഡ് തരുമെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഇത്തിരി എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളത് കുറച്ച് നേരം തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊക്കെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു കളറായിട്ടുണ്ട്. ഞാൻ ഇത്തിരി കൂടി തിളച്ചപ്പോഴാണ് നമ്മുടെ കാഷ്നട്ട് ഇടുന്നത്. അപ്പോൾ കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ട് ചെറുതായിട്ട് ക്രഷ് ചെയ്യുക, അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ കൈ. അപ്പോൾ അതിനുശേഷം നമ്മൾ അതൊന്ന് സെർവ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബൗളിലേക്ക് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ആയ സേമിയ പായസം നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ഗാർണിസേഷനൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ. അതിനുശേഷം ഞാൻ ഇത്തിരി ഗാർണിഷൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്തിരി ബനാനയും പിന്നെ നമ്മുടെ ഏലക്കയും ഇട്ടിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ